ആനയൂട്ടിന് വേണ്ടി പോവാണ് കേട്ടോ നമ്മളെല്ലാവരും. രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മഴയൊന്നും കാര്യമാക്കിയില്ല. കൊടയൊക്കെ എടുത്ത് വേഗം റെഡി ആയിട്ട് നമ്മൾ പോവാണ്. അപ്പം എല്ലാവരും ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതാ പോകുന്ന വഴിക്ക് ആന പോയ വഴിയാന്ന് തോന്നുന്നു. അപ്പം താഴെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേനും ആന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ആനയൂട്ടിന് റെഡി ആയിട്ട്. ചുറ്റിലും ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. എല്ലാവരും ആനയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ആനയൂട്ടിൽ നമുക്കും കൊടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് അമ്പലത്തിൽ നിന്ന് തന്നെ തരുന്നുണ്ട്. വാട്ടർമെലൺ, പിന്നെ എന്തൊക്കെയാണ് ആപ്പിള്, പേരക്ക, അങ്ങനെയൊക്കെ. അപ്പോൾ കല്യാൺ ചേച്ചിക്ക് ഒരു പേരക്കയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊക്കെ വാട്ടർമെലൺ ആണ് കേട്ടോ. അതിങ്ങനെ ഹാഫാക്കിയത്, പകുതിയാക്കി മുറിച്ചിട്ടുള്ള വാട്ടർമെലൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ലൈനായിട്ടാണ് ആനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ആനയ്ക്ക് കുറച്ചൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു തുടങ്ങി തോന്നുന്നു. പതുക്കെയാണ് ആന കഴിക്കണത്. അപ്പോൾ നല്ല നല്ല മഴയ്ക്കുള്ളൊരു കോളും ഉണ്ട് കേട്ടോ. കാർമേഘമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം കാത്ത് നിൽക്കേണ്ടി വന്നു, ഓരോരുത്തർ കൊടുത്ത് കഴിയുമ്പോഴല്ലേ. അങ്ങനെ ആദ്യം നമ്മുടെ സിദ്ധു ചേട്ടനാണ് കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ സിദ്ധു ചേട്ടൻ കൊടുത്തു. പിന്നെ വഴിക്ക് നമ്മുടെ വലിയേട്ടനും കല്യാൺ ചേച്ചിയും കൂടെ കൊടുത്തു കേട്ടോ. അങ്ങനെ അവരൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മുടെ ആനയുടെ വയറ് നിറഞ്ഞു. പിന്നെ ആന കഴിക്കുന്നുണ്ടായില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി കൊടുക്കൽ മതിയാക്കാമെന്ന്. അപ്പോൾ വീരുക്കുട്ടനാണെങ്കിലോ കൊടുത്തിട്ടുമില്ല. അപ്പോൾ വീരുക്കുട്ടൻ ആകെ വിഷമമായിട്ടോ. അപ്പോൾ ആന സെപ്പറേറ്റ് നിൽക്കുന്ന ടൈമിൽ നമ്മളോട് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് ആനയ്ക്ക് വാട്ടർമെലൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. മുന്നിൽ വലിയൊരു ആലൊക്കെ ഉണ്ട്. നല്ലൊരു ചെറിയ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ആനേനെ അവിടെ നീക്കി കെട്ടിയിട്ടുണ്ട്. പിന്നെ ആനയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ ഒരു ചോറിൻ്റെ ആക്കിയതാണ്, അതവിടെ ഉണ്ടായിരുന്നു. പിന്നെ പറവെപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗണപതി ഹോമം അങ്ങനത്തേൻ്റെയൊക്കെയാണ്. ഇവിടെ ചെറിയ സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും അമ്പലത്തിൽ കയറി തൊഴുതു വന്നിട്ട് കുറിയൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ വീരുക്കുട്ടന് കുറേ കുറി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആനേനെ കൊണ്ടുവന്നിട്ട് ഒന്ന് അവർ കഴുകുകയാണ്. പിന്നെ ആന തുമ്പിക്കൈയിൽ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുമ്പിക്കൈയിൽ ഓസിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് കുടിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നു കേട്ടോ. അതിനുശേഷം ആനേനെ ഒരു മുന്നിലേക്ക്, അമ്പലത്തിൻ്റെ നടയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നൊന്ന് തൊഴിക്കാൻ തോന്നുന്നു. അതിന് ശേഷം നമ്മുടെ ആന തിരിച്ചുപോയി. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ വീരുക്കുട്ട ആന പോകുമ്പോഴത്തേനും ടാറ്റ കൊടുക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു ബലൂൺകാരുണ്ടായിരുന്നു. അപ്പോൾ 2 ബലൂണും പിന്നെ ഇങ്ങനെ എറിയുമ്പോൾ പൊട്ടുന്ന പടക്കമുണ്ടല്ലോ, അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീരുക്കുട്ടൻ അതിങ്ങനെ തിരക്കായി. പിന്നെ അമ്പലത്തിൽ നിന്ന് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ആനയൂട്ട് അടിപൊളിയായി.